മലയാളികളായ നമുക്ക് ഇന്നൊരു വിഷയം കേരളത്തിന്റെ സംഭാവനയായിട്ട് ഇന്ത്യയിലുള്ള 110 കോടിയോളം വരുന്ന ഓരോ സിറ്റിസണും ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു ഇന്റർനെറ്റ് ഡയറക്ടറി 2 പേരുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റും കൂടിയുള്ളത്. ഒന്ന് www.indianinternet.directory.com, രണ്ടാമത്തേത് www.indiasid.com. ID stands for Internet Directory. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന പ്രത്യേകത സിറ്റിസൺ എന്നുള്ള കാറ്റഗറി ഇന്ന് ഇത്രത്തോളം വിപുലമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഡയറക്ടറി ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ടാണ് ഈ നവംബർ 1 കേരള പിറവി ദിനത്തിൽ കേരളത്തിന് സംഭാവനയായിട്ട് ഇതിന് ഞങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ തിരക്കിനിടയ്ക്ക് മേലോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ ഇതിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി സുനിത എസ് കമ്മത്ത്, സുനിത കമ്പ്യൂട്ടേഴ്സ് ഇളമക്കര ഇപ്പോൾ സ്വാഗതം ആശംസിക്കുന്നു. നാം ലൈബ്രറി പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നു. ഇന്ന് ലൈബ്രറികൾക്ക് തന്നെ മാറ്റം വന്നിരിക്കുകയാണ്. കമ്പ്യൂട്ടർ വൽക്കരണത്തോടുകൂടി കുട്ടികൾ പുസ്തകങ്ങൾ മറിച്ചു നോക്കാൻ ഉള്ള ബന്ധപ്പാടുകൾ ഒഴിവാക്കി കമ്പ്യൂട്ടറിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊണ്ട് നടപ്പാക്കുന്ന ഈ ഒരു വെഞ്ചർ സഫലമാകും ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ പേർക്ക് ഇതിൻ്റെ ഫലങ്ങൾ ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവർ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ബെസ്റ്റ് സിറ്റിസൺ എന്നുള്ള ഒരു ആനുകൂല്യം എനിക്ക് അനുവദിച്ചുകൊണ്ടാണ്. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സുനിത കമ്പ്യൂട്ടേഴ്സിൻ്റെ സുനിത എസ് കമ്മത്ത് നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. സൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിറ്റിസൺ കൂടാണ്ട് പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറയുന്ന 2 കാറ്റഗറി വളരെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള 100 years ആയിട്ടുള്ള സിറ്റിസൺസിന് വരെ ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ദ ഓപ്പർച്യൂണിറ്റി വിൽ ബി ഗെറ്റിംഗ് ടു നിയർ ബൈ ദം. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്കും മറ്റുള്ള പഠന സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കും ഇത് അങ്ങേയറ്റം ഉപകാരപ്രദമാണ്. പിന്നെ പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ലോകത്തിലുള്ള പ്രത്യേകിച്ച് അറിവ് കിട്ടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഉപയോഗപ്രദമാകുന്ന തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ സൈറ്റിലേക്കും ഞങ്ങൾ ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു സൈറ്റ് അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഞങ്ങൾ പബ്ലിക് യൂട്ടിലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ kerala.id.com ഞങ്ങൾ ഇതുപോലെ ഇനോഗ്രേഷൻ നടത്തുന്ന സമയത്തും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രത്യേകതകളും 6 അതിൽ വരുന്നത് ഒന്ന് ഇന്റർനെറ്റ് ഡയറക്ടറി, സെർച്ച് എഞ്ചിൻ, റേറ്റിംഗ് ദ വെബ്സൈറ്റ്, അഡ്വർടൈസ്മെന്റ് സൈറ്റ്, വെബ്സൈറ്റ് പ്രൊമോഷൻ, ന്യൂസ് ലെറ്റർ. ഈ ന്യൂസ് ലെറ്റർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ ഞങ്ങൾ 2 lakhs above ഇമെയിൽ ക്ലയൻസ് ഉണ്ട്. ഈ ഇമെയിൽ ക്ലയൻസിന് ഞങ്ങൾ അയക്കുന്ന ഓരോ ന്യൂസ് ലെറ്ററും ഇത്രയും വ്യക്തികൾക്ക് അത് റീച്ചബിലിറ്റി കിട്ടുന്നു. സോ ഈ ന്യൂസ് ലെറ്റർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രൊമോഷൻ വർക്ക് കൈകാര്യം ചെയ്യുന്നത് ഓർഗനൈസ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ CSP കമ്പ്യൂട്ടേഴ്സ് കലൂർ കൊച്ചി ആൻഡ് മാർക്കറ്റഡ് ബൈ കണ്ടമംഗലം കമ്പ്യൂട്ടർ ഇളമക്കര ആൻഡ് സുനിത കമ്പ്യൂട്ടേഴ്സ് ഇളമക്കര. ആണ്, പക്ഷേ അതിൻ്റെ ഡാറ്റ കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും ചോദിക്കാം. ഇതിലെല്ലാം ഓൾറെഡി 1 lakh ഇപ്പോൾ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട്
കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പത്രപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും എൻ്റെ പേരിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തും. ഇത് നമ്മൾ ഈ സിറ്റിസണിലെ ഈ കേരള പിറവിയുടെ